നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പ്രീ സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിൽ ഇന്ന് അൽ നസർ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള അൽമെരിയയ്ക്കെതിരെയാണ് കളി. രാത്രി ഇന്ത്യൻ സമയം 10:30 ആ പോരാട്ടം. ഇന്നത്തെ മത്സരത്തിൽ ഇനീഗോ മാർട്ടിനസ് കുറച്ചു മിനിറ്റുകളെങ്കിലും കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. അൽ നസർ ഇത്തവണ കൂടുതൽ കരുത്തുറ്റ ടീമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റാവിയോ പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം കിങ്സ്ലി കോമൻ വന്നേക്കാം, പൂർണ്ണ ഉറപ്പില്ല. നെഗോസിയേഷൻസ് ഒരു ഭാഗത്ത് വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ബയേൺ മ്യൂണിക്ക് വളരെ മികച്ച ഒരു തുക കിട്ടിയാലല്ലാതെ അദ്ദേഹത്തെ വിട്ടുകൊടുക്കില്ല എന്നാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അതേസമയം താരത്തിന് അൽ നസറിലേക്ക് ജോയിൻ ചെയ്യാൻ നല്ല താല്പര്യവുമുണ്ട്. അതിൻ്റെ നെഗോസിയേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ ഇതുവരെ നടന്ന സൈനിങ്ങുകളും മറ്റുമൊക്കെ വെച്ച് അൽ നസറിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് നമ്മൾ നോക്കുകയാണ്. അത് ഈ കളിയിലേക്കുള്ള ലൈനപ്പല്ല. ഇപ്പോൾ അടുത്ത സീസണിലേക്ക് അവർ ഇറങ്ങുമ്പോൾ നിലവിലെ റിസോഴ്സുകൾ വെച്ച് എങ്ങനെയായിരിക്കും അവർ ഇറങ്ങുക, അതാണ് പരിശോധിക്കുന്നത്. വീണ്ടും പറയുന്നു, ഈ കളിയിലേക്ക് ഈ ലൈനപ്പ് എന്നല്ല പറയുന്നത്. ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് അദ്ദേഹം തന്നെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം നവാഫ് അൽ അഖീദിയിൽ താല്പര്യമുണ്ട് ഹോർഗെ ഹീസസിന് എന്നും സൂചനകളുണ്ട്. ഡിഫൻസിൽ ഇനീഗോ മാർട്ടിനസും മുഹമ്മദ് സിമാക്കനും ചേർന്നുകൊണ്ടൊരു കോട്ട കെട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അൽ നസർ ആരാധകരുള്ളത്. ഇരുവർഷങ്ങളിലായിട്ട് സുൽത്താനും ബൗഷലും, മധുരയിലേക്ക് വരുമ്പോൾ ബ്രസോവിച്ചും അൽ ഖൈബരിയും അതുപോലെ ജാവോ ഫെലിക്സ് മുന്നേറ്റങ്ങളെ സഹായിക്കാൻ. ഇരുപാർശ്വങ്ങളിലായിട്ട് സാദിയോ മാനയും ഐമനും കളിച്ചേക്കും. സ്ട്രൈക്കറായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതാണ് ഇപ്പോൾ അൽ നസറിൻ്റെ ഒരു 11 ഷേപ്പിംഗ് അപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. ഇനിയും ട്രാൻസ്ഫറുകൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് ഇതിലൊക്കെ മാറ്റം വരാം. പോയ സീസണിൽ കിരീടങ്ങളൊന്നും നേടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം ഈ സീസണിൽ തീർക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.